പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ആദ്യത്തേത് ഇന്നത്തെ സ്മാക്ഡൗണിൽ നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ എതിരാളികളെ കണ്ടുപിടിക്കുന്ന ആ നമ്പർ 1 കണ്ടൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫയിങ് മത്സരങ്ങൾ കാണാൻ സാധിച്ചു. ആദ്യ മത്സരത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ് എന്ന ടീമാണ് വിജയിച്ചത്. അവർ പരാജയപ്പെടുത്തിയത് എ ടൗൺ ഡൗൺ അണ്ടർ എന്ന് പറയുന്ന ടീമിനെയാണ്. ഓസ്റ്റിൻ തിയറി, ഗ്രേസൺ ബോളർ തുടങ്ങിയവരുടെ ടീമിനെ. രണ്ടാമത്തെ മത്സരത്തിൽ DIY എന്ന് പറയുന്ന ടീം പരാജയപ്പെടുത്തിയത് പ്രെറ്റി ഡെഡ്ലി എന്ന് പറയുന്ന മറ്റൊരു ടാഗ് ടീമിനെയാണ്. അപ്പോൾ സ്ട്രീറ്റ് പ്രോഫിറ്റും DIYയും ചിലപ്പോൾ ഏറ്റുമുട്ടുന്ന മത്സരം ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മത്സരം ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ LA നൈറ്റിൻ്റെ എതിരാളി ഇപ്പോൾ ആരാണെന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. LA നൈറ്റിൻ്റെ ഒരു പ്രൊമോ സെഗ്മെൻറ്റും ആ പ്രൊമോ സെഗ്മെൻറ്റിനെ ഇൻറ്ററപ്റ്റ് ചെയ്ത് വന്ന ലെഗഡോ ഡെൽ ഫെൻറ്റാസ്മ എന്ന ഫാക്ഷൻ്റെ ലീഡറുമായ സാൻഡോസ് എസ്കോബാറും ആൻഡ്രാഡയും തമ്മിലുള്ള ഒരു നമ്പർ 1 കണ്ടൻഡർ മത്സരം നമുക്കിന്ന് കാണാൻ സാധിച്ചു. മത്സരത്തിൽ ആൻഡ്രാഡെ വിജയിക്കാൻ പോകുന്ന ആ ഒരു സമയത്താണ് കർമെലോ ഹെയ്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ്. അതുമൂലം സാൻഡോസ് എസ്കോബാറിന് മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സാൻഡോസ് വിജയിച്ച് LA നൈറ്റിൻ്റെ ചാമ്പ്യൻഷിപ്പിനുള്ള ഒരു പുതിയ നമ്പർ 1 കണ്ടൻഡർ മാറുന്നുണ്ട്. ഒരു മികച്ച സ്റ്റോറി നമുക്ക് ഇവർക്കിടയിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പ്രകാരമുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് പുതിയ വുമൻസ് ചാമ്പ്യനായ നയ ജാക്സിൻ്റെ വിക്ടറി സെലിബ്രേഷൻ സെഗ്മെൻറ്റാണ്. അതിനെ ഹോസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു അവതാരികയായിട്ട് വരുന്നത് നിലവിലെ മിസ്സിസ് മണി ഇൻ ദ ബാങ്കായ ടിഫനി സ്ട്രാറ്റനാണ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നയോമി വേഴ്സസ് ബ്ലെയർ ഡെവൻപോർട്ട് തമ്മിലുള്ള ആ ഒരു സിംഗിൾസ് മത്സരം അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളായി പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ്, പുതിയ മത്സരം ബാഷ് ഇൻ ബെർലിൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കെവിൻ ഓവൻസിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. കെവിൻ ഓവൻസിന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് തീരെ താല്പര്യം ഇല്ലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു മത്സരം വന്നു എന്ന് ചോദിക്കുമ്പോൾ സ്റ്റോറി ലൈൻ പ്രകാരം റോമൻ റീൻസിന് ഒരു അവസരം കൊടുക്കാമെന്ന് നിക്ക് ഓൾഡിസ് പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാതെ ഞാൻ കളിക്കാമെന്നുള്ള ഒരു സമ്മതമില്ലാത്ത ഒരു സമ്മതമാണ്, മൗനം സമ്മതം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കെവിൻ ഓവൻസിൻ്റേത്. അങ്ങനെയാണ് സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജർ ഈ മത്സരം ബാഷ് ഇൻ ബെർലിനിലേക്ക് ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ മത്സരം വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഡി റോഡ്സിൻ്റെ ടൈറ്റിൽ റണ്ണുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടുക, അല്ലാതെ ഒരു ടൈറ്റിൽ ചേഞ്ചോ അതിന് ഒത്ത സ്റ്റോറി ലൈനോ നമുക്ക് ഈ മത്സരത്തിൽ പ്രതീക്ഷിക്കേണ്ട. ഒരു രണ്ട് ഫേസ് ക്യാരക്ടേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടുന്ന രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം. അതിലുപരി ഈ രണ്ട് പേരിൽ ഒരാൾ ഒരു വില്ലൻ ടേൺ, അതായത് ഒരു ഹീൽ ടേൺ നടത്തുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിക്കില്ല. അത്തരത്തിൽ ആരെങ്കിലും ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ പോയിന്റും ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് എത്താൻ പോകുന്നില്ല. അതാണ് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ ഒരു ഡാർക്ക് മത്സരമായി നമുക്ക് കാണാൻ സാധിച്ച ഒരു മത്സരം ലിവ് മോർഗൻ, ഡൊമിനിക് മെയ്സ്റ്റീരിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. ആ ഒരു മത്സരത്തിന് മുൻപ് ലിവ് മോർഗൻ, ഡൊമിനിക് മെയ്സ്റ്റീരിയോ തുടങ്ങിയവരുടെ ഹഗ് ചെയ്യുന്ന കുറച്ച് മൊമെൻറ്റ്സൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവർ ജീവിക്കുകയാണോ എന്ന് പോലും ഈ മൊമെൻറ്റ്സ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയി അവർ ഈ ഒരു പെയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു സ്മാക്ഡൗണിൻ്റെ ഡാർക്ക് മാച്ചിലാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ഇപ്പോൾ WWE പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഒരു സമ്മർ സ്ലാമിൻ്റെ ബാക്ക് സ്റ്റേജ് ഫോട്ടോസിൽ നിന്ന് നമുക്ക് വളരെ ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത് പോൾ ഹെയ്മനും റോമൻ റീൻസും ഒരുമിച്ച് നടന്നു വരുന്ന ഒരു ഫോട്ടോ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോസ് WWE ഇങ്ങനെ വലിയ പ്രീമിയം ലൈവ് ഇവൻറ്റ്സിൻ്റെ പുറത്തേക്ക് വിടാറുണ്ട്. പക്ഷേ പോൾ ഹെയ്മൻ ആണെങ്കിൽ നിലവിൽ ഓൺ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആ പോൾ ഹെയ്മൻ്റെ ഫോട്ടോ, അതും റോമന് ഒത്തിട്ടുള്ളത് പുറത്തേക്ക് വിടണം എന്നുണ്ടെങ്കിൽ പോൾ ഹെയ്മൻ്റെ റിട്ടേണിൻ്റെ ഒരു സൂചനയാണ് WWE അവിടെ ഇൻഡയറക്റ്റായി നമുക്ക് മുന്നിലേക്ക് വെച്ച് തരുന്നത്. അപ്പോൾ പോൾ ഹെയ്മൻ്റെ തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജിമ്മി ഊസോയുടെ റിട്ടേണിനെ സംബന്ധിച്ച് കുറേ പേര് ചോദിച്ചിരുന്നു. ജിമ്മി ഊസോയുടെ റിട്ടേണിൻ്റെ ഡേറ്റ് ഒന്നും നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. പക്ഷേ റിട്ടേൺ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോറി ലൈൻ എലമെൻറ്റ് അത് ഇങ്ങനെയായിരിക്കും. റോമൻ റീൻസിന് ഒറ്റയ്ക്ക്
ഇപ്പോഴത്തെ ബ്ലഡ് ലൈൻ സോളോയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈനെതിരെ അടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരിക. അതായത് ഈ ജേക്കബ് ഫാറ്റു എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ജേക്കബ് ഫാറ്റും കൂടി വരികയാണെങ്കിൽ റോമൻ റീൻസിന് ഈ 4 പേർക്കെതിരെ ഒറ്റയ്ക്ക് അടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ജിമ്മി ഊസോയുടെ ഒരു റിട്ടേൺ, അത് റോമൻ റീൻസിന് ഒരു സപ്പോർട്ട് പോലെ നിൽക്കുന്ന ഒരു റിട്ടേൺ, അങ്ങനെയുള്ള ഒരു റിട്ടേൺ ആയിരിക്കും ജിമ്മിക്ക് ഇനി കൊടുക്കാൻ പോകുന്നത്. അതിന് ഇനിയും സമയമുണ്ടെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ റോമൻ ഇപ്പോഴത്തെ ബ്ലഡ് ലൈനെതിരെ ഒന്ന് പോരാടി നിൽക്കുന്നുണ്ട്. അദ്ദേഹം അവർക്കെതിരെ ഒരു ആധിപത്യം നേടി അവരെ ആക്രമിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ സോളോയും ജേക്കബ് ഫാറ്റിയും ടാമ ടോങ്കയും ടോങ്ക ലോവയും തിരിച്ചു റോമനെ ബ്രൂട്ടലായി ആക്രമിക്കുന്ന സമയത്തായിരിക്കും ജിമ്മിയുടെ തിരിച്ചറിവ് നമുക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷമായിരിക്കും ജേയും സാമി സെയിനും ഒക്കെ ഈ ഒരു സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായി വരിക. ഇതിനിടയിൽ പോൾ ഹേമൻ ഉടനെ തന്നെ റോമൻ്റെ കൂടെ ജോയിൻ ചെയ്യാനും സാധ്യതയുണ്ട്. റോമൻ റീൻസിൻ്റെ ഒരു ഫുൾ പുതിയ ഒരു എൻട്രൻസ് മ്യൂസിക് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു റൂമറും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.